തിരുവനന്തപുരം കാട്ടാക്കടയിലെ +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ക്ലർക്ക് ജെ സനലിന് സസ്പെൻഷൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടേതാണ് നടപടി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, കേൾക്കാമോ വാർത്തയുടെ വിവരങ്ങൾ? പ്രവിത, ഇന്നലെയാണ് ഈ പരുത്തിപ്പള്ളി ഗവൺമെന്റ് VHSSലെ 1ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള എബ്രഹാം ബെൻസനെ സ്കൂളിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതിൻ്റെ സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനം ഇങ്ങനെയാണ്. അതായത് എബ്രഹാം ബെൻസനും സ്കൂൾ ക്ലർക്കായ സനൽ ജയും തമ്മിൽ 13-ാം തീയതി സ്കൂൾ സീൽ എടുത്തതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും അനാവശ്യ സംസാരവും നടന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ കുട്ടിയുടെ അമ്മയോട് സൗകര്യമുള്ള ദിവസം സ്കൂളിലെത്താൻ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടതായും അന്വേഷണ ദിവസം സനൽ ജെ, സ്കൂളിലെ ക്ലർക്കായിട്ടുള്ള സനൽ ജെ അവധിയിലായിരുന്നു എന്നുള്ള പരാമർശം അതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലർക്കായിട്ടുള്ള സനൽ ജെയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിപ്പോൾ സർക്കാർ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ സാധാരണഗതിയിൽ സ്കൂളുകളിൽ കുട്ടികളോട് പെരുമാറുമ്പോൾ അത് അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും അവരുടെ ഇടപെടലിൽ ചില കാര്യങ്ങൾ പുലർത്തണം എന്നുള്ളത് നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവാണ്. മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ അക്കാര്യത്തിൽ പഴയ രീതികളൊന്നും സ്കൂളിൽ തുടരേണ്ട കാര്യമില്ല എന്നുള്ളത് പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ പരുത്തിപ്പള്ളിയിൽ ഈ കുട്ടിയുടെ ജീവൻ തന്നെ പോകാൻ കാരണമായിട്ടുള്ള ഈ സംഭവത്തിന്റെ തലേ ദിവസം അതാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. പോലീസിന് അങ്ങനെ ഒരു കണ്ടെത്തലുമില്ല. ഏതായാലും ആ സംഭവത്തിന് തലേ ദിവസം ഈ ക്ലർക്കുമായി കുട്ടി ചില പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെടുകയും ക്ലർക്ക് കുട്ടിയെ ആ രീതിയിൽ വീട്ടിൽ നിന്ന് ഈ അമ്മയെ വിളിച്ചുകൊണ്ട് വരണമെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പൽ പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായിട്ടാണ് പ്രാഥമികമായി ഈ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. പ്രവിത, അല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ക്ലർക്കിന്റെ പ്രതികരണം ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ചതാണ്. ഈ കുട്ടി സീൽ എടുത്തത് തടഞ്ഞു, അത് ചോദ്യം ചെയ്തതാണ് അവർ തമ്മിലുള്ള തർക്കത്തിനിടയാക്കിയ കാരണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വാദങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പെന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? പ്രവിത, ഉറപ്പായിട്ടും. കാരണം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കൂളിൽ 2017 ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉയർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു പഠനമൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് സ്കൂളിലെ അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുട്ടികളോട് പെരുമാറുമ്പോൾ, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ചൂരൽ കൊണ്ട് അടിക്കാമെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെ ആ രീതിയിലൊന്നും അടിക്കാനുള്ള അവകാശമൊന്നും അധ്യാപകർക്കില്ല. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ അത് കാലോചിതമാണ് നടക്കുമുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിനുള്ളിൽ കുട്ടികളോട് പെരുമാറുമ്പോൾ അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റം ഉണ്ടാകരുതെന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ പരുത്തിപ്പള്ളിയിലെ സ്കൂളിൽ ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായ സംഭവത്തിൽ അതിന് തൊട്ട് തലേ ദിവസം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഒരു വിവരമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നു, ഏതെങ്കിലും തരത്തിൽ സനലിൻ്റെ പേര് FIR-ൽ ചേർക്കാനോ അതല്ലെങ്കിൽ സനലിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമോ പോലീസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് കുറച്ചധികം തെളിവ് ശേഖരണം നടത്തണം എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിലും പറയുന്നത്. ഇന്ന് ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പോലീസ് അത് ഒഴിവാക്കിയത്. പക്ഷേ നാളെ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോലീസ് ചില തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. കാരണം ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളത് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണം നാളെ നടക്കുന്നതിനിടയിൽ കൂടിയാണ് വളരെ പെട്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അനാവശ്യ പെരുമാറ്റത്തിൻ്റെ പേരിൽ ക്ലർക്ക് സനലിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. ഷഫീദ്, ഈ വാർത്ത പുറത്തു വന്നു. അതിനുശേഷം ഈ ക്ലർക്ക് സനൽ തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ വഴക്ക് പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല, അതായത് കുഞ്ഞിൻ്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഒരു പാളിച്ച വന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ നടപടി വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് തന്നെ ആ നിർദ്ദേശം വരുന്നു, സസ്പെൻഷൻ. പക്ഷേ പോലീസ് അതൊരു രണ്ട് കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴേ വിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ സ്കൂൾ അധികൃതർക്ക് ഇയാളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു നടപടി വരുന്നത്?
അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുടെ ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അതിനപ്പുറത്തേക്ക് ഒരു അഴിമതി ഒരു ആരോപണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ സനലിനെ കേന്ദ്രീകരിച്ച് ക്ലർക്ക് അങ്ങനെ വഴക്കു പറഞ്ഞു കുട്ടിയെ സീലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടന്നു എന്നുള്ളൊരു ആരോപണ വിധേയനാണ് സനൽ. അപ്പോൾ സനൽ ആ സർവീസിൽ ആ രീതിയിൽ തുടരുന്നത് ശരിയല്ല, ആ സ്കൂളിൽ തുടരുന്നത് ശരിയല്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തി കാണും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 13-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. 14-ാം തീയതിയാണ് കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്നത്. 13-ാം തീയതി ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. അപ്പോൾ സനൽ ആ സ്കൂളിൽ തുടരുന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് അന്വേഷണ വിധേയമായിട്ടാണ് സനലിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എബ്രഹാം ബെൻസനോട് അങ്ങനെ അനാവശ്യമായിട്ടൊരു സംസാരവും ഒരു പെരുമാറ്റവും ഒക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അത് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി സനലിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഫർദർ അന്വേഷണം നടന്നതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ഏതായാലും പോലീസുമായി നമ്മൾ ഇന്ന് രാവിലെ കൂടി സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ചില സംശയങ്ങൾ പോലീസ് കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് വീട്ടിൽ പരിശോധന നടത്തണം എന്നുള്ള കാര്യം പോലീസ് പറയുന്നത്. അത് വരും ദിവസങ്ങളിൽ നടക്കും. കാരണം അല്പസമയം മുൻപാണ് ഈ എബ്രഹാം ബെൻസന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ നടന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കഴിയണം. ആളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നാളെ പോലീസ് നടത്തും. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി ആ ആത്മഹത്യാക്കുറിപ്പിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താകും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. കാരണം ഈ കുട്ടി ഈ സ്കൂളിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം തിരികെ വീട്ടിലെത്തി അതിനുശേഷം ജിമ്മിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചിലർ പറയുന്നുണ്ട്. പക്ഷേ ആ മൊഴികളൊക്കെ പോലീസ് സ്വീകരിച്ചെങ്കിലും അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം ആരോപണ വിധേയനായ ക്ലർക്കിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം. അത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ നൽകിയ വിവരങ്ങളിൽ നിന്ന് അറിയാൻ കഴിയും.